നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ വർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വർഷം ആകട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ക്രഷിന് ഇഷ്ടമാണെങ്കിൽ അവർ ചെയ്യുന്ന ഒരു 10 കാര്യങ്ങളുണ്ട്. ആ 10 സയൻസ് എന്താണെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ക്രഷ് നന്നായിട്ട് ഒന്ന് ചിരിച്ചൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു കുട്ടി നിങ്ങളെ കാണുമ്പോഴത്തേക്കും എപ്പോഴും ചിരിച്ചുകൊണ്ട് ഓടി വന്നിട്ട്, അതിപ്പോൾ എത്ര ദൂരെയാണെങ്കിലും അവരെത്ര ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിലും നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഓടി വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടി ശ്രമിക്കും എന്നതാണ്. അതായത്, നിങ്ങളൊരു കുട്ടിക്ക് ഒരു ഹായ് അയക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ ആ കുട്ടിയുടെ ചാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ വരികയാണ്, ഒരു ഹലോ. ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളെ അത്രമാത്രം ഇഷ്ടമാണ് എന്നതാണ്. നിങ്ങളുടെ ഓരോ മെസ്സേജസിനും കോളിനും ഒക്കെ ആ കുട്ടി അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉടൻ തന്നെ ഇങ്ങനെ റിപ്ലൈ തരുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇല്ലാത്ത സമയം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആ ഒരു കുട്ടി വന്നിട്ട് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കും. അതായത്, നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങൾക്ക് ലൈനുണ്ടോ, നിങ്ങൾ കമ്മിറ്റഡ് ആണോ, ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു കുട്ടി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളില്ലാത്ത സമയം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ഒച്ചത്തിൽ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. നിങ്ങളുടെ ഓപ്പോസിറ്റൊക്കെ വന്ന് നിൽക്കും, എന്നിട്ട് നിങ്ങൾ കാണണം, എന്നാൽ നിങ്ങൾ കണ്ടില്ല എന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, ഒച്ചത്തിൽ ചിരിച്ചങ്ങോട്ട് സംസാരിക്കുകയും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനെ ചിരിപ്പിക്കുകയും കിക്കിളി കൂട്ടുകയും കെട്ടിപ്പിടിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവരെ നോക്കുകയും ചെയ്യും. ഇങ്ങനെ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒച്ചത്തിൽ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളോട് മിണ്ടാൻ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എപ്പോഴും അവരെ ഉണ്ടാക്കും എന്നതാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട, എങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇല്ലാത്ത കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുകയോ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അറിയാതെയൊക്കെ അവരെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. ആ ഒരു സന്തോഷം അവരുടെ മുഖത്തുനിന്ന് നിങ്ങൾക്കത് വായിച്ചെടുക്കാനും പറ്റും. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് നോക്കി എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. നിങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവും. ആ ഒരു സന്തോഷം പിന്നെ അവരുടെ മുഖത്തു നിന്ന് നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരികയാണ്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ്, ഇന്ന് എന്നെ കാണാൻ എന്തെങ്കിലും ഭംഗിയുണ്ടോ, എൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്, നല്ലതാണോ, ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേഷത്തിലൊക്കെ വന്നിട്ട് നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളായിട്ട് ഒരുപാട് സമയം സംസാരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ശ്രദ്ധിക്കും എന്നതാണ്. അതായത്, നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പറയുകയാണ്, ഞാൻ പോകുവാണ്, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിടും. എന്നിട്ട് നിങ്ങളോട് പറയും, ഇതിൻ്റെ ബാക്കി കൂടി പറഞ്ഞിട്ട് നീ പോ. ഇങ്ങനെ ഓരോ തവണ നിങ്ങൾ പോകാൻ തുടങ്ങുമ്പോഴും അവരെന്തെങ്കിലും ഒരു കാര്യമൊക്കെ എടുത്തിട്ടിട്ട് നിങ്ങളെ അവിടെ മനഃപൂർവ്വം പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ
അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളുടെ കൂടെ നിന്ന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളെ ഒരുപാട് അവർക്ക് ഇഷ്ടമാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി 9ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് ഇരിക്കാൻ ഒരവസരം കിട്ടിയാൽ അവർ ഓടി വന്ന് ഇരിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എണീപ്പിച്ച് മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ ആരെങ്കിലും വന്ന് എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. നിങ്ങളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഇൻ്റർവെൽ സമയത്ത് നിങ്ങളുടെ ഡെസ്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഞ്ചിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ആരെങ്കിലും എപ്പോഴും വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങളോട് സംസാരിക്കും. സാധാരണ ക്യാഷ്വലായിട്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഓരോ ഇൻ്റർവെല്ലിനും നിങ്ങളുടെ അടുത്ത് തന്നെ ഡെസ്കിലോ ബെഞ്ചിലോ ഒക്കെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ ഹാൻഡ് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അവർക്ക് ഒരുപക്ഷെ വരയ്ക്കാനൊന്നും അറിയില്ല എങ്കിൽ പോലും അവരൊന്ന് ട്രൈ ചെയ്യും, എന്നിട്ട് നിങ്ങളെ കൊണ്ട് കാണിക്കുകയും ചെയ്യും. ഞാൻ ഇന്നലെ വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി നിന്നെ ഒന്ന് വരയ്ക്കണമെന്ന്, അപ്പോൾ അതാ ഞാൻ ട്രൈ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് റിയാലിറ്റിയിൽ നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പിക്ചറൊക്കെ വരച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെയൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ഒക്കെ ചെയ്തിട്ട് അത് നിങ്ങളെ തന്നെ കൊണ്ട് കാണിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 10 സയൻസിൽ ഏതെങ്കിലും ഒരു 3-4 എണ്ണം വർക്കാകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.